പുതിയ രോഗികളെ സ്ഥിരീകരിക്കാത്തതോടെ പാലക്കാട് കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. 6 വാർഡുകളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് നീക്കിയത്. നിയന്ത്രണങ്ങൾ നീങ്ങിയെങ്കിലും ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. അജിത്ത്, ഇപ്പോൾ പൂർണ്ണമായി കണ്ടെയ്ൻമെന്റ് സോണുകൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഏതൊക്കെ വാർഡുകളാണിത്? ബില്ലിൽ ഏതാണെങ്കിലും ആശ്വാസകരമായ കാര്യമാണ്. പാലക്കാട് നാട്ടുകൽ സ്വദേശിയായിട്ടുള്ള യുവതിക്ക് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വലിയ ആശങ്കയായിരുന്നു ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നത്. ആരോഗ്യവകുപ്പ് കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളിൽ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം മുന്നോട്ട് വെക്കുകയും 6 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളുമായിരുന്നു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയത്. അതായത് ഈ സംഭവം നടന്നതിന് ഈ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ വീടിന് 3 കിലോമീറ്റർ പരിസരത്തുള്ള വാർഡുകളാണ് ഇത്തരത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയത്. ഈ പ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയായിരുന്നു പോലീസും ഉൾപ്പെടെ ആരോഗ്യവകുപ്പും ഉൾപ്പെടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പിന്നീട് നടന്ന പരിശോധനയിൽ അവിടെ ഉണ്ടായിരുന്നതും ബന്ധുക്കളായിട്ടുള്ളതും ക്ലോസ് കോൺടാക്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടുകൂടിയാണ് ഇപ്പോൾ ഈ പുതിയ കേസുകളൊന്നും സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത് എന്നാൽ കൂടിയും ജാഗ്രത തുടരണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പൊതുവിടങ്ങളിൽ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുകയും അതോടൊപ്പം സാനിറ്റൈസർ ഉപയോഗിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി ഉള്ളത്, നിലവിൽ ക്വാറന്റൈനിൽ തുടരുന്ന ആളുകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അങ്ങനെ തുടരണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് നിപ്പയുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കയിൽ അത് വലിയ ആശ്വാസമാണ്. നിലവിൽ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിശോധിച്ച ക്ലോസ് കോൺടാക്റ്റിലുള്ള എല്ലാവരുടെയും ഫലം നെഗറ്റീവുമാണ്. ബിനിൽ പോത്തൻ. ഓക്കെ, ശരി. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അജിത് ബാബു.